ഓം ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതേ നമ. സം സരസ്വത്യേ നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശംഗാഹീനമുറച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉത്തരകാണ്ഡത്തിലാണ് നമ്മൾ രാക്ഷസന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഈ സർഗത്തിൽ പറയുന്നത്. ശ്രീരാമൻ ചോദിച്ചതനുസരിച്ച് അഗസ്ത്യ മഹർഷിയാണ് ആ കഥ പറഞ്ഞു കൊടുത്തത്. പണ്ട് കൃതയുഗത്തിൽ പ്രജാപതിയുടെ പുത്രനും ബ്രഹ്മദേവന് തുല്യനുമായ പുലസ്ത്യൻ എന്നു പേരുള്ള ഒരു ബ്രഹ്മർഷി ഉണ്ടായിരുന്നു. തൃണബിന്ദു എന്നു പേരുള്ള ഒരു രാജർഷിയുടെ ആശ്രമത്തിന് അടുത്താണ് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരുന്നത്. തൃണബിന്ദു രാജർഷിയുടെ പുത്രിയെ വിവാഹം ചെയ്ത് അവിടെ ആ പുലസ്ത്യമുനി സന്തോഷത്തോടുകൂടി വസിച്ചുകൊണ്ടിരുന്നു. അവളുടെ സൽഗുണങ്ങൾ കണ്ട് സന്തോഷിച്ച മുനി വംശവൃദ്ധിയുണ്ടാക്കുന്നവനും പൗരസ്ത്യൻ എന്നു പേരുകെട്ടവനുമായ ഒരു പുത്രനെ വരമായി നൽകി. പുലസ്ത്യന്റെ പുത്രനായിട്ട് ഉണ്ടായ ആളാണ് വിശ്രവസ്. ഞാൻ വേദാധ്യയനം ചെയ്യുമ്പോൾ നീ അത് ശ്രവിച്ചുവല്ലോ, പത്നിയോട് പറയാണ്. അതിനാൽ ഇന്ന് ഈ കുഞ്ഞിന് വിശ്രവസ് എന്ന പേരുണ്ടാകും എന്ന് മുനി പറഞ്ഞു. ശ്രുതിമാനും വ്രതാചാരനും പിതാവിനെ പോലെ തപസ്വിയുമായി തീർന്നു ആ വിശ്രവസ് മുനി. വേദാധ്യയനം ചെയ്യുമ്പോൾ അത് കേട്ടുണ്ടായ പുത്രനായതുകൊണ്ട് വിശ്രവസ് എന്ന പേര് നൽകി. അദ്ദേഹത്തിന്റെ സൽചരിത്രം അറിഞ്ഞ് ഭരദ്വാജ മഹർഷി തൻ്റെ പുത്രിയെ, ദേവവർണ്ണിനിയായ തൻ്റെ പുത്രിയെ വിശ്രവസിന് വിവാഹം ചെയ്ത് കൊടുത്തു. ആ പത്നിയിൽ സർവഗുണങ്ങളുമുള്ള തേജസ്വിയായ ഒരു പുത്രൻ ജനിച്ചു. വിശ്രവസിന്റെ പുത്രനായതുകൊണ്ടും സാദൃശ്യം കൊണ്ടും അവൻ വൈശ്രവണൻ എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നു. അനേകായിരം വർഷങ്ങൾ തപസ് ചെയ്ത് വിശ്രവസ് അനേകം വർഷം തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടിയെടുത്തു. നിധീശത്വവും ലോകപാലകത്വവും ആണ് ആവശ്യപ്പെട്ടത്. വൈശ്രവണൻ ആവശ്യപ്പെട്ടത് ആ വരങ്ങളും നൽകി തന്നെയല്ല, വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു പുഷ്പക വിമാനവും ബ്രഹ്മാവ് വിശ്രവസിന് നൽകി. അങ്ങനെ ബ്രഹ്മാവ് പോയതിനു ശേഷം ദിക്പാലകത്വം ആവശ്യപ്പെട്ടല്ലോ. ഇപ്പോ 4 സ്ഥലങ്ങൾ, അഷ്ടദിക്പാലന്മാരിൽ 4 പേരിൽ ആദ്യത്തെ ആണ് ഇന്ദ്രൻ, യമൻ, വരുണൻ 3 പേര്. 4ാമത്തെ സ്ഥാനമാണ് ഈ വൈശ്രവണന് നൽകിയത്. ഇന്ദ്രൻ കിഴക്കേപുരിയിലും കിഴക്ക് വശത്തും, യമൻ തെക്ക് വശത്തും, വരുണൻ പടിഞ്ഞാറും, ഇപ്പോൾ വടക്ക് വശത്ത് ആ കുബേരനും സ്ഥാനം നൽകി. പിന്നെ 4 മൂലകളിലും മറ്റുള്ള പാലകന്മാർ. അങ്ങനെ 8 അഷ്ടദിക്പാലകന്മാരാണ് ഉള്ളത്. അതിൽ 4ാമത്തെ ആളായിട്ട് ഈ വൈശ്രവണൻ അറിയപ്പെടുന്നു. ബ്രഹ്മാവ് നൽകിയതാണ് ആ വരം. പുഷ്പക വിമാനവും എല്ലാം നേടിയെടുത്ത് ആ വൈശ്രവണൻ പിന്നീട് ബ്രഹ്മാവൊക്കെ പോയപ്പോൾ
തൻ്റെ അച്ഛനോട് പറഞ്ഞു. വിശ്രവസിനോട് പറയുകയാണ്, ആരുടെയും പീഡയേൽക്കാത്ത പ്രദേശത്ത് എനിക്ക് നല്ലൊരു വാസസ്ഥാനം നൽകിയാലും എന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടു വൈശ്രവണൻ. അത് കേട്ട് വിശ്രവസ് പറഞ്ഞു, പണ്ട് രാക്ഷസന്മാർക്ക് വസിക്കാനായി വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ഇന്ദ്രന്റെ അമരാവതിയെ പോലെ മനോഹരമായ സുവർണ ലങ്കാപുരി ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കാണ്. രാക്ഷസന്മാർക്ക് നിർമ്മിച്ചതായിരുന്നു അത്. ഇപ്പോൾ രാക്ഷസന്മാരെല്ലാം വിഷ്ണുവിനെ പേടിച്ച് അവിടുന്ന് പാതാളത്തിലേക്ക് പോയി. അവിടെ നിനക്ക് സുഖമായി വസിക്കാം എന്ന് വിശ്രവസ് പറഞ്ഞപ്പോൾ വൈശ്രവണൻ തൻ്റെ പരിവാരങ്ങളോടെല്ലാം കൂടിച്ചേർന്ന് ആ ത്രികൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാപുരിയിലേക്ക് താമസമാക്കി. ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തുള്ള ത്രികൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാപുരിയിൽ കുബേരൻ താമസമാക്കി, വൈശ്രവണൻ താമസമാക്കി. വൈശ്രവണൻ്റെയിലാണ് ഇപ്പോൾ ആദ്യം രാക്ഷസന്മാരുടെ ആയിരുന്നു ആ പുരി ഒഴിഞ്ഞു കിടന്നിരുന്നുകൊണ്ട് ഇപ്പോൾ അത് കുബേരൻ അവിടെ സുഖമായി താമസിച്ചു വന്നു. അങ്ങനെ പൗലസ്ത്യനായ വിശ്രവസ് മുനിയുടെ മറ്റൊരു പത്നിയായ രാക്ഷസ സ്ത്രീയായ കൈകസിയിൽ ഉണ്ടായവരാണ് രാവണ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖമാരൊക്കെ. അങ്ങനെയാണ് അവർക്ക് പൗലസ്ത്യന്മാരെന്ന പേര് വന്നത്. ഈ വിശ്രവസിന്റെ പുത്രനാണ് കുബേരനും രാവണാദികളും. അങ്ങനെയാണ് അവര് സഹോദരങ്ങളായത്. കുബേരന്റെ ലങ്കാപുരിയും പുഷ്പക വിമാനവും രാവണൻ ബലാത്കാരമായി നേടിയെടുത്തതാണ്. ലങ്കാപുരി ആ തപസ് ചെയ്ത് ശക്തി നേടിയ ആ അഹങ്കാരം കൊണ്ട് രാവണൻ തൻ്റെ കയ്യൂക്കുകൊണ്ട് നേടിയെടുത്തു കുബേരനിൽ നിന്ന് ആ ലങ്കാപുരി. അതിനുശേഷം യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. കുബേരൻ അത് അനുവദിച്ചു കൊടുത്തു. അച്ഛൻ്റെ ജ്യേഷ്ഠനാണല്ലോ, അച്ഛനിൽ നിന്നുണ്ടായതാണ്, അവര് സഹോദരന്മാരാണല്ലോ, അനിയനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ജ്യേഷ്ഠനായ ആ വൈശ്രവണൻ ആ രാവണന് വേണ്ടി അത് നൽകി ഒഴിഞ്ഞു പോയി അവിടെ നിന്ന് അളകാപുരിയിലേക്ക്. പിന്നീട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച പുഷ്പക വിമാനവും തട്ടിയെടുക്കുകയാണ് ചെയ്തത് രാവണൻ. ആ കഥ അവിടെ നിൽക്കട്ടെ. രാക്ഷസോൽപത്തിയെ കുറിച്ചാണല്ലോ ശ്രീരാമൻ ചോദിച്ചത്. അപ്പൊ ഇത് കേട്ടപ്പോ ശ്രീരാമൻ ചോദിച്ചു, എങ്ങനെയാണ് പണ്ടുണ്ടായിരുന്നു രാക്ഷസന്മാരെന്ന് പറയണോ? പൗലസ്ത്യന്മാർ ആണ് രാവണാദികൾ എന്നും പറയുന്നു. അതിനു മുമ്പുണ്ടായിരുന്നു രാക്ഷസന്മാര്, അവരെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കേട്ടാ കൊള്ളാം എന്ന് പറഞ്ഞ് ആ കഥ പറയാൻ തുടങ്ങി അഗസ്ത്യ മഹർഷി. ജലത്തിൽ നിന്നുണ്ടായ താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് ആദ്യം ജലം കൊണ്ടൊരു പുരി നിർമ്മിച്ചു. അത് സംരക്ഷിക്കാൻ പ്രജകളെയും സൃഷ്ടിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് പീഡിതരായ ആ പ്രജകൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, ആഭാഷ്യവാച യത്നേന രക്ഷത്വമിതി മാനത. പ്രയത്നം ചെയ്ത് സ്വയം രക്ഷ ചെയ്യുക എന്നാണ് ബ്രഹ്മാവ് അവരോട് പറഞ്ഞത്. നിങ്ങൾ സ്വയം പ്രയത്നം ചെയ്ത് ഭക്ഷണം കഴിക്കണം, ഉണ്ടാക്കണം, അതിന് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ സ്വയം ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അവരത് കേട്ടത് എന്താണ്? അവരിൽ വിശപ്പില്ലാത്തവർ ഞങ്ങൾ രക്ഷിക്കാമെന്നും വിശപ്പുള്ളവർ ഞങ്ങൾ ഭക്ഷിക്കാമെന്നും ആണ് പറഞ്ഞത്. അവർ കേട്ടത് ശരിയായിട്ടുള്ള മന്ദബുദ്ധികളായ അവർക്ക് തെറ്റിദ്ധരിച്ച് അവരിങ്ങനെ പറഞ്ഞു. വിശപ്പില്ലാത്തവർ പറഞ്ഞു ഞങ്ങൾ രക്ഷിക്കാം. വയം രക്ഷാമ എന്ന് പറഞ്ഞവർ രാക്ഷസന്മാരും വയം രക്ഷാമ എന്ന് പറഞ്ഞവർ യക്ഷന്മാരുമാവട്ടെ എന്ന് ബ്രഹ്മാവ് കൽപ്പിച്ചു. അങ്ങനെ രാക്ഷസന്മാരും യക്ഷന്മാരുടെയും ഉൽപ്പത്തി അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അവരിലെ ആ രാക്ഷസന്മാരിൽ മധു കൈടഭ സദൃശന്മാരും ശത്രുനാശകന്മാരുമായ ഹേതി എന്നും പ്രഹേതി എന്നും പേരുള്ള സോദരന്മാർ രാക്ഷസാധിപന്മാരായി തീർന്നു. ഹേതി, പ്രഹേതി. ധർമ്മജ്ഞനായ പ്രഹേതി അപ്പോൾ തന്നെ തപോവനത്തിലേക്ക് തപസ്സിനായി പോയി. വിരക്തനാണ്. ഹേതി ആകട്ടെ വിവാഹം ചെയ്ത്
കുടുംബം പുലർത്താൻ ആഗ്രഹിച്ചു. വംശം നിലനിർത്താനുമുള്ള പ്രയത്നം ചെയ്ത മഹാമതിയും അമേയാത്മാവുമായ അവൻ ഹേതി യമസോദരിയും ഭയാവഹയുമായ ഭയ എന്നു പേരുള്ള കന്യകയെ സ്വയം വിവാഹം ചെയ്തു. രാക്ഷസപുങ്കവനായ ആ ഹേതി അവളിൽ വിദ്യുൽകേശൻ എന്ന പുത്രനെ ജനിപ്പിച്ച് പുത്രവാന്മാരിൽ ശ്രേഷ്ഠനായി തീർന്നു എന്നാണ് പറയുന്നത്. ഹേതിയുടെ പുത്രനായ വിദ്യുൽകേശൻ ദീപ്താർക്ക സമപ്രഭനും തണ്ണീരിലെ തണ്ടലർ പോലെ മഹാ തേജസ്വിയുമായി വളർന്നു വന്നു. ആ പുത്രൻ പെട്ടെന്ന് വളർന്നു വന്നു. ആ നിശാചരന് ശോഭനമായ യൗവനം വന്നപ്പോൾ അവനെ കൊണ്ട് വേലി കഴിപ്പിക്കാൻ അച്ഛനായ ഹേതി നിശ്ചയിച്ചു. വിദ്യുത്കേശനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ഹേതി അന്വേഷിച്ചു. പ്രഭാവത്തിൽ സന്ധ്യയ്ക്ക് തുല്യായ സന്ധ്യയുടെ പുത്രിയെയാണ് ആ രാക്ഷസപുങ്കവനായ ഹേതി പുത്രവധുവായി വരിച്ചത്. പുത്രന്റെ വധുവായി വരിച്ചത് സന്ധ്യയുടെ പുത്രിയെ. എന്തായാൽ അവരന് കൊടുക്കേണ്ടവൾ തന്നെയാണല്ലോ, മറ്റൊരാൾ നൽകേണ്ടവൾ തന്നെയാണല്ലോ ഈ കന്യക എന്നോർത്ത് സന്ധ്യ അവളെ പുത്രിയെ വിദ്യുത്കേശന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. നിശാചരനായ വിദ്യുത്കേശൻ സന്ധ്യയുടെ പുത്രിയുമായി ഇന്ദ്രൻ ഇന്ദ്രാണിയോടൊത്തെന്ന പോലെ സസുഖം വസിച്ചു. രമിച്ചു കഴിഞ്ഞു. അവര് സുഖമായി കഴിഞ്ഞു. വിദ്യുത്കേശൻ അവരുടെ ദാമ്പത്യം വളരെ മനോഹരമായിരുന്നു, അർത്ഥം തൃപ്തികരമായിരുന്നു. രാമ, ഏതാനും നാളുകൾ കൊണ്ട് സാലകടങ്കട എന്ന അവൾ, ആ സന്ധ്യയുടെ പുത്രിയുടെ പേരാണ് സാലകടങ്കട, അവൾ വിദ്യുത്കേശനിൽ നിന്ന് ഗർഭം ധരിച്ചു. കാർമേഘം കടലിൽ നിന്ന പോലെ, കാർമേഘത്തിൽ നിന്നുണ്ടാണല്ലോ, കടലിൽ നിന്ന് ജലം ആവിയായി പോയിട്ട് മേഘമുണ്ടാകുന്നു, പിന്നീട് മഴ പെയ്യുന്നു. അതുപോലെ ഉദാഹരണമായിട്ട് പറയുന്നു, ആ വിദ്യുത്കേശനിൽ നിന്ന് ആ രാക്ഷസിയായ സാലങ്കട എന്ന ആ സ്ത്രീയും ഗർഭം ധരിച്ചു. അതിനുശേഷം ആ രാക്ഷസി മേഘഗർഭം പോലെ കാന്തിയാർന്ന ഗർഭത്തെ മന്ദരപർവ്വതത്തിൽ ചെന്ന് ഉപേക്ഷിച്ചു. അവൾക്ക് ആ വിദ്യുത്കേശനുമായുള്ള ക്രീഡയിൽ നിന്ന് മതി വന്നില്ല. രമിച്ചുകൊണ്ട് നടക്കാനാണ് ഇഷ്ടം. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവൾ വിദ്യുത്കേശനുമായി രമിക്കാൻ കൊതിച്ചവൾ ഗർഭത്തെ ഉപേക്ഷിച്ചു. അവൾ തൻ്റെ മകനെ മറന്ന് കാന്തനോടൊത്ത് ക്രീഡിച്ചു നടന്നു. മന്ദരപർവ്വതത്തിൽ ചെന്ന് ആ ഗർഭത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുള്ളൂ. പണ്ട് ഗംഗ അഗ്നിദത്തമായ ഗർഭത്തെ എന്നുപോലെ, ഗംഗാനദി പണ്ട് അഗ്നിദത്തമായ ആ ഗർഭത്തെ ഉപേക്ഷിച്ചതുപോലെ, അതായത് എങ്ങനെയാണ് ആ കഥ എന്ന് പറയാം. പണ്ട് ബാലകാണ്ഡത്തിലാണ് ഈ കഥ നമ്മൾ കേട്ടിട്ടുള്ളത്. മഹാദേവന്റെ തേജസ്സിനെ ഗംഗയ്ക്ക് താങ്ങാൻ ശക്തിയില്ലാതെ, അഗ്നിദത്തമായ ഗർഭത്തെ മഹാദേവന്റെ തേജസ്സിനെ താങ്ങാൻ ശക്തിയില്ലാതെ ഗംഗ അഗ്നിയുടെ വാക്കനുസരിച്ച് ഹിമാലയ പാർശ്വത്തിൽ നിക്ഷേപിച്ചതായ കഥ നമ്മൾ പണ്ട് കേട്ടതാണ്. എന്താണ് ഗംഗോൽപത്തി, ഉമാമാഹാത്മ്യം, കുമാരസംഭവം എന്നീ കഥകളിലാണ്, എന്താണ് ബാലകാണ്ഡത്തിലെ ഈ 3 സർഗങ്ങളിലായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വിശ്വാമിത്ര മഹർഷിയാണ് രാമലക്ഷ്മണന്മാർക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തത്. ആ ഗംഗ എങ്ങനെയാണോ തൻ്റെ ഗർഭത്തെ ഹിമവൽ പാർശ്വത്തിൽ ഉപേക്ഷിച്ചത്, അതായത് നിക്ഷേപിച്ചത്, അതുപോലെ തന്നെ ഇവളും ഈ രാക്ഷസിയും ആ ഗർഭത്തെ അവിടെ ഉപേക്ഷിച്ചു പോയി. ഉപേക്ഷിക്കപ്പെട്ട ആ ശിശു ഇടിമുഴക്കം പോലെയുള്ള ഒച്ചയിൽ തന്നെത്താൻ കൈ ചുരുട്ടി വായിൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ആ കുട്ടി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. വിശപ്പ് കൊണ്ടായിരിക്കും. വായിൽ കൈ ചുരുട്ടി വെച്ചുകൊണ്ട് ഉറക്കെ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിലാണ് കരഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പോൾ ആ സമയത്ത് മഹാദേവൻ പാർവതി ദേവിയോടുകൂടി വൃഷഭാരൂഢനായി വാനിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. പാർവതി ദേവിക്ക് അലിവ് തോന്നി. അവിടെ ഇറങ്ങി ആ കുട്ടിക്ക് പാല് കൊടുത്തു. തൻ്റെ സ്തന്യം നൽകി പാർവതി ദേവി ആ കുട്ടിയോട് കാരുണ്യം കൊണ്ട്. ആ ത്രിപുരാന്തകൻ പാർവതിയുടെ കാരുണ്യഭാവത്താൽ ആ രാക്ഷസ ശിശുവിനെ മാതാവിനോടൊപ്പം പ്രായമുള്ളവനാക്കി തീർത്തു. ഉടനെ തന്നെ വലുതാക്കി. മാതാവിൻ്റെ പെട്ടെന്നുള്ള ഗർഭവും അതുപോലെ തന്നെ പെട്ടെന്ന് വളർച്ചയും, പ്രസവവും അതേമാതിരി വളർച്ചയും, ഈ മൂന്നും അനുഗ്രഹമായി നൽകി മഹാദേവനും പാർവതിയും. കാരുണ്യത്വം കൊണ്ട് മഹാശിശുവിനെ മാതാവിനോടൊപ്പം പ്രായമുള്ളവനാക്കി തീർത്തു മഹാദേവൻ. നിത്യനും നാശരഹിതനുമായ മഹാദേവൻ അവനെ മരണമില്ലാത്തവനും ആക്കി. പാർവതിയുടെ പ്രിയം സാധിപ്പിക്കാൻ ആകാശത്തിലൂടെ ഗമിക്കുന്ന ഒരു നഗരവും ആ കുഞ്ഞിന് നൽകി. സുകേശൻ എന്നാണ് ആ വിദ്യുൽകേശന്റെയും സാലകടങ്കടയിൽ നിന്നുണ്ടായ ആ പുത്രന്റെ, പാർവതി ദേവി സ്തന്യം നൽകിയ ആ പുത്രന് പേരും നൽകിയിരുന്നു സുകേശൻ. ആ സുകേശന് ഇങ്ങനെയുള്ള വരങ്ങളെല്ലാം നൽകി. എന്താണ്? പാർവതിയുടെ പ്രിയം സാധിപ്പിക്കാൻ ആകാശത്തിലൂടെ ഗമിക്കുന്നൊരു നഗരം നിർമ്മിച്ചു നൽകി മഹാദേവൻ. രാക്ഷസന്മാർക്ക് ശ്രീപാർവതിയും വരം കൊടുത്തുള്ളൂ. എന്താണ്? എങ്ങനെയാണ്? ഉടനെ ഗർഭധാരണവും ഉടനെയുള്ള പ്രസവവും പെട്ടെന്നുള്ള വളർച്ചയും, ഉടനെ തന്നെ വളർന്ന് മാതാവിനൊപ്പം വളർന്ന് വലുതാവലുമില്ല. ഇങ്ങനെ ഈ മൂന്ന് ഒരു സ്വഭാവം രാക്ഷസന്മാർക്ക് വരമായി നൽകിയത് ശ്രീപാർവതിയാണ്. മഹാനും മഹാമതിയും വരദാന ഗർഭിതനുമായ സുകേശൻ ഇങ്ങനെ പ്രഭുവായ ശംഭുവിൽ നിന്ന് ഐശ്വര്യവും ആകാശഗമനം ചെയ്യുന്ന നഗരവും നേടി. ദേവേന്ദ്രനെ പോലെ എങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആകാശത്തിൽ കുഴിൽ പണ്ട് ത്രിപുരന്മാർക്ക് നൽകിയല്ലോ വരം. ത്രിപുരം ഒരു പുരം ഉണ്ടാക്കി 3 പേർക്കും ഒരേ പുരം ഉണ്ടാക്കി നൽകിയിരുന്നു മഹാദേവൻ തന്നെയാണ്. പിന്നെ അവരെ വധിക്കാൻ മഹാദേവൻ തന്നെ വേണ്ടി വന്നു. ആ കഥയൊക്കെ ഓർക്കാം. ഇവിടെയും ആ സുകേഷിന് വേണ്ടി നൽകിയതാണ്. ആകാശത്തിൽ കൂടി ഗമനം ചെയ്യുന്ന ഒരു നഗരം. ആ ആകാശഗമനം ചെയ്യുന്ന നഗരവും നേടി ദേവേന്ദ്രനെ പോലെ എങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു ആ സുകേശൻ. ആ സുകേശന് ഒരു ഗന്ധർവൻ, ഗ്രാമണി എന്ന ഗന്ധർവൻ തൻ്റെ വേദവതി എന്ന പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെല്ലാം കണ്ട് ആ ഗന്ധർവൻ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തു. അവരിലുണ്ടായതാണ് മാലി, സുമാലി, മാല്യവാൻ എന്ന 3 പേര് പുത്രന്മാര്. രാക്ഷസന്മാരാണ് ഏറ്റവും ആദ്യത്തെ. അതില് മാലി, സുമാലി, അവർക്കാണ് ആ ലങ്ക നിർമ്മിച്ചു കൊടുത്തത്. മാല്യവാന്റെ പുത്രിയായ കൈകസിയിലാണ് രാവണ കുംഭകർണാദികള് ജനിക്കുന്നത്. അങ്ങനെ ആ വംശം എന്ന് പറഞ്ഞെന്ന് മാത്രം ഈ കഥയൊക്കെ വിസ്തരിച്ച് പറയാൻ പോകുന്നുണ്ട്. ഇനിയും കഥ കേൾക്കാം. മാല്യവാൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാരുടെ ഉത്പത്തിയെക്കുറിച്ചാണ് അടുത്ത സർഗത്തിൽ പറയുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രാശരണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.